നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുന്നത് സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു അവസരത്തെ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് ചില വിഭാഗങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുകയും വിറ്റുവരവുള്ള വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ വേണ്ടി വന്നിരുന്നു. എന്നാൽ അതിനൊരു പരിണത ഫലം കണ്ടു തുടങ്ങിയതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നത് വഴി വിദഗ്ധമായുള്ള പരിശോധനകൾക്ക് തയ്യാറാവും. എന്നാൽ മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതിനാലും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടാണ് ഈ വക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും ഫലപ്രദമായുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളോടൊപ്പം ഡിസംബർ മാസത്തിൽ വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരും. ഒരു ബന്ധുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. പ്രശസ്തിയും പദവിയും വർദ്ധിച്ചു വരുന്നത് വഴി ഒരു പക്ഷേ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൂടുതൽ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സ്വയമേവ ഒരു ധ്രുവീകരണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ബന്ധുമിത്രാദികളുടെ ദുരവസ്ഥകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ പ്രതികരിക്കരുത്. പലപ്പോഴും കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ മുൻപുണ്ടായിരുന്ന മേലധികാരികളുടെ സ്ഥാപനത്തിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനിടവരും. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ വേണ്ടപ്പെട്ടവരിലും സഹായ സഹകരണങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഊഹക്കച്ചവടത്തിൽ നിന്ന് പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വേറെ ചിലർക്ക് ഉത്തേജന മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നതും പ്രാണായാമം, വ്യായാമം, യോഗ, ഇതരമായിട്ടുള്ള ആയുർവേദ പ്രകൃതി ചികിത്സാകളൊക്കെ നടത്തുക, ഇവയൊക്കെ തന്നെ പൊതുവെ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും ഗ്രഹിച്ചുകൊണ്ടും സൗമ്യ സമീപനത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഏതൊരു വിധത്തിലും മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന പല കാര്യങ്ങളാണെങ്കിൽ പോലും പ്രായോഗിക വശവും പ്രാദേശികമായിട്ട് സ്വീകാര്യതയുമുള്ള കാര്യങ്ങളിൽ മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന ധാരണയും ഉപദേശങ്ങളും സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ഇനി മുതൽ 3-4 മാസത്തിനുള്ളിൽ തന്നെ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും എന്ന ധാരണയോടുകൂടി
ആശ്വാസത്തിനും പ്രത്യേകിച്ച് ചില വഴിപാടുകളൊക്കെ നേരുവാനും നടത്തുവാനും അവസരം വന്നു ചേരും. ജോലിയോടൊപ്പം ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ നിലവിലുള്ള ഗൃഹത്തിന്റെ സമീപത്തിൽ ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനോ അതല്ല പണി ചെയ്തു വരുന്ന ഒരു ഗൃഹം പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും സാധ്യതയുണ്ട്. നിഷ്ഠയോടുകൂടിയതായുള്ള പ്രവർത്തന ശൈലി സർവർക്കും സ്വീകാര്യമായ അവസരങ്ങൾ വന്നു ചേരും. അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും ചെലവിനങ്ങളിൽ ചില കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പിതൃതുല്യനായ ബന്ധുവിന്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കൾക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ വിജയശതമാനം ഉണ്ടാകുന്നത് വഴി 6-7 മാസത്തിനുള്ളിൽ തന്നെ നല്ല ജോലി കിട്ടും എന്ന ധാരണയോടുകൂടി തന്നെ വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നു. നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് കുറയുക, മറ്റു ചിലർക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ വന്നു ചേരുക, ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം ചെറിയ രീതിയിൽ പരിവർത്തനങ്ങൾ തയ്യാറാകുവാനിടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉള്ള ജോലി ചെയ്യാൻ അവസരം വന്നു ചേരും. വേറെ ചിലർക്ക് ജന്മനാട്ടിൽ പഠിക്കുന്ന ഒരു സമ്പ്രദായം മാറി വികസിത രാഷ്ട്രത്തിൽ തൊഴിൽ അധിഷ്ഠിതമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് വഴി അങ്ങനെയുള്ള ഒരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഒരുപക്ഷെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരമാണെങ്കിൽ പോലും അതെല്ലാം തന്നെ 3-4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അടച്ചു തീർക്കാം എന്ന ധാരണയോടുകൂടി തന്നെ അതിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ കുടുംബ പങ്കാളികളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും വന്നു ചേരുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ജോലിക്കാരിൽ ചില ഉത്തരവാദിത്വങ്ങൾ കുറവുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും പരിശീലനം നൽകുവാനും അവസരം വന്നു ചേരും. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. സമാന ചിന്താഗതിയുള്ളവരുമായിട്ടും സാമ്പത്തികമായിട്ടുള്ള സമാഹരിച്ചും കൊണ്ടും ആധുനിക കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വാസ്തവ വിരുദ്ധമായുള്ള പല തോന്നലുകളും പല വിധത്തിലുള്ള ദുസ്വപ്നങ്ങളും വന്നു ചേരുവാനിടവേണ്ട ഒരുപക്ഷെ ദഹനരസക്കുറവിന്റെയും വയറിന്റെ അസുഖങ്ങളാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടും ഉള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള ജോലികൾ ലഭിക്കുന്നതിന് വഴി ഒരുപക്ഷെ വിദേശത്ത് നിലനിൽക്കാൻ തക്കവണ്ണം അവസരങ്ങളുണ്ടാവും. പക്ഷേ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. പല പ്രകാരത്തിലും ദേഹപരമായിട്ടും മാനസികമായിട്ടും സ്വസ്ഥതക്കേടുകൾ വന്നു ചേരുന്നത് വഴി അവധിയെടുത്തുകൊണ്ട് 1-2 ദിവസം പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ധ്യാനം, യോഗ മുതലായവയൊക്കെ പരിശീലിക്കാൻ അവസരം വന്നു ചേരും. ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങളെ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിവും അറിവും പ്രാപ്തിയുമുള്ളവർക്ക് അവസരങ്ങൾ കുറയും. ഇതെല്ലാം തന്നെ ഉള്ളവർക്ക് ഉദ്ദേശിച്ച പോലെ ഫലപ്രാപ്തി നേടുവാനുള്ള സാധ്യതകൾ വളരെ കുറവും ആയിരിക്കും. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ പൂർണ്ണ വിശ്രമം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. പലപ്പോഴും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി മേലധികാരികളുടെ മിഥ്യാധാരണകൾ ഒഴിവാകുവാൻ സാധ്യത കാണുന്നു. ജോലിയോടൊപ്പം പഠിക്കാനും പഠിപ്പിനോടൊപ്പം ജോലി ചെയ്യാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ജീവിതം നയിക്കുന്ന സാഹചര്യത്തിൽ പല വിധത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ധ്രുവീകരിക്കുവാനുള്ള തീരുമാനം
പല കാര്യങ്ങളിലും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രാരംഭത്തിൽ ഉണ്ടാകുമെങ്കിലും എല്ലാം കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.